ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഈശോ സുവിശേഷത്തിൽ പറയുകയാണ്, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. പഴയ നിയമത്തിൽ ഒരിടത്തും ശത്രുവിനെ ദ്വേഷിക്കുമെന്ന കൽപ്പന കാണാൻ കഴിയുകയില്ല. അതൊരു ചൊല്ലാകാം. മാത്രവുമല്ല, സഹ-ഇസ്രായേല്യൻ മാത്രമാണ് അയൽക്കാരൻ എന്ന ഇടുങ്ങിയ ചിന്താഗതിയായിരുന്നു അന്ന് ഇസ്രായേല്യരുടെ ഇടയിൽ നിലനിന്നിരുന്നത്. അതിനാൽ എല്ലാ വിജാതീയരും ശത്രുവാണെന്ന ധാരണ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ചിന്താഗതികളും രീതികളും തീർത്തും വ്യത്യസ്തമാണ്. പക്ഷേ അയൽക്കാരായിരിക്കേണ്ട പലരും ഇന്ന് നമുക്ക് ശത്രുക്കളാണ്. പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലാണ് വളരെ അടുത്ത ബന്ധങ്ങളിൽ പോലും ശത്രുത ഉണ്ടാകുന്നത്. ശത്രുവിനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അയാളോട് ക്ഷമിക്കണം. ക്ഷമിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം കേട്ട ക്ഷമയുടെ കഥ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. സ്വന്തം മാതാപിതാക്കളെയും 3 സഹോദരങ്ങളെയും കൺമുമ്പിലിട്ട് കൊല ചെയ്ത ഘാതകന് നിരുപാധികം ക്ഷമ നൽകിയ റുവാണ്ടക്കാരനായ മാർസൽ ഉവീനേസെ എന്ന കത്തോലിക്ക വൈദികന്റെ ആസാക്ഷ്യം വളരെയേറെ ഹൃദയസ്പർശിയായിരുന്നു. ഈശോ സഭാംഗമായ ഫാദർ മാർസൽ എഴുതിയ റിസൺ ഫ്രം ദി ആഷസ്, തിയോളജി ആസ് ഓട്ടോബയോഗ്രഫി ഇൻ പോസ്റ്റ് ജിനോസൈഡ് റുവാണ്ട എന്ന ഗ്രന്ഥത്തിലാണ് ആരുടെയും ഹൃദയം കവരുന്ന ക്ഷമയുടെ അധ്യായം അദ്ദേഹം പങ്കുവച്ചത്. ലോക ചരിത്രത്തിലെ തന്നെ ഇരുണ്ട അധ്യായമാണ് 1994 റുവാണ്ടൻ വംശഹത്യ. ടുട്സി, ഹുഡു ഗോത്രവർഗങ്ങൾ തമ്മിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിലും തുടർന്നുണ്ടായ ആക്രമണങ്ങളിലും ഏതാണ്ട് 8 ലക്ഷത്തിൽ പരം കൊലപാതകങ്ങൾ നടന്നു എന്നാണ് കണക്കുകൾ. അന്ന് മാർസൽ ഉവീനോയ്ക്ക് പ്രായം 14 വയസ്സ് മാത്രം. അപ്പനും അമ്മയും 2 സഹോദരന്മാരും 1 സഹോദരിയും കൺമുൻപിൽ കൊല്ലപ്പെടുന്നത് നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട കൗമാരക്കാരൻ. പിന്നീട് അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. 2003 നോവിഷ്യറ്റ് പൂർത്തിയാക്കി വിദേശത്ത് തുടർ പഠനത്തിന് പോകുവാൻ ഒരുങ്ങുന്ന നാളുകളിൽ പ്രിയപ്പെട്ടവരുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ എത്തിയപ്പോഴായിരുന്നു കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത ആ കൊലപാതകിയെ അദ്ദേഹം നേരിൽ കണ്ടത്. മാർസലിനെ കണ്ട മാത്രയിൽ അയാൾ മുട്ടുകുത്തി ക്ഷമ ചോദിച്ചു. പണ്ടത്തെ ഭീകരചിന്തകൾ ഉള്ളിലൂടെ കടന്നുപോയി. എന്നാൽ മാർസൽ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ വഴിയായിരുന്നു, ക്ഷമയുടെ വഴി. അയാളോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ട മാർസൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ക്ഷമ നൽകി. ആ അനുഭവത്തെക്കുറിച്ച് മാർസൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: കാലിൽ നിന്ന് ഒരു ചങ്ങല പൊട്ടിപ്പോകുന്ന അനുഭവമാണ് അപ്പോൾ എനിക്കുണ്ടായത്. ഞാനും ജയിലിൽ കഴിയുകയായിരുന്നു. ആ വ്യക്തിയോട് ക്ഷമിച്ചപ്പോൾ ഞാനും സ്വതന്ത്രനായി. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ക്ഷമ ചെയ്യും. സ്വതന്ത്രനാകാനുള്ള തീരുമാനമാണ് ക്ഷമ. നമ്മുടെ ശത്രുവിനോട് ക്ഷമിച്ചാൽ മാത്രമേ ആ വ്യക്തിയെ സ്നേഹിക്കുവാൻ നമുക്കാവൂ. നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്. ശത്രുക്കളോട് ക്ഷമിച്ച് അവരെ നിന്റെ സ്നേഹത്തിൽ മൂടുന്നതിനേക്കാൾ വലിയ പ്രതികാരമില്ല.